ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുകയാണ്. ഇപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ പഠിക്കാൻ പോയ കുട്ടികൾക്കോ അവരുടെ രക്ഷിതാക്കൾക്കോ ഒക്കെ ആശങ്ക ഉണ്ടാകുന്ന തരത്തിൽ എയർപോർട്ടുകളെ സംബന്ധിച്ചും അത് അടച്ചിട്ടു എന്നുള്ളത് സംബന്ധിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള കൺഫേംഡ് അല്ലാത്ത സ്ഥിരീകരിക്കാത്ത സോഴ്സുകളിലെ വാർത്തകൾ വളരെയധികം പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാവരും ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് രക്ഷിതാക്കളും കുട്ടികളും വിളിക്കുകയാണ്. ഇപ്പം ഡ്രോൺ അറ്റാക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഉണ്ടായി എന്നുള്ളത് ഫോണിൽ ആരൊക്കെ അവരെ വിളിച്ചു പറഞ്ഞ് ആശങ്കപ്പെട്ട് വിളിക്കുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൻ്റെ വിശദാംശങ്ങൾ ആളുകൾ ഷെയർ ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിൻ്റെ സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരമാവധി അതർ സ്റ്റേറ്റിലെ ആളുകൾ കുട്ടികൾ ബന്ധപ്പെടുന്നവർക്കൊക്കെ വാഹനങ്ങളും മറ്റും നമ്പറുകളും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെ ഡൽഹിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. ഗവൺമെൻറ് സംവിധാനങ്ങളും ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തകരെല്ലാവരും അത് ചെയ്യുന്നുണ്ട്. വിളിക്കുന്നവരൊക്കെ പരമാവധി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തിക്കാനും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഷിഫ്റ്റിംഗ് ഇപ്പോൾ അവിടെ നിന്ന് സേഫ് ആവുന്നതിനെ സംബന്ധിച്ച് അവിടെയുള്ള എക്സാമിനെ സംബന്ധിച്ചാണ് അവരുടെ അടുത്ത ആശങ്ക. പരീക്ഷകളെ സംബന്ധിച്ച് മാറ്റിവെച്ചതിന് കൃത്യമായിട്ടുള്ള അറിയിപ്പ് കിട്ടുന്നില്ല. 3 വർഷം പഠിച്ച് ഫൈനൽ ഇയർ എക്സാമിന് 4ാമത്തെ വർഷമൊക്കെ പോകുന്ന ആളുകൾക്ക് ഇനി അത് എഴുതാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലം പോകുമെന്ന് പഠിച്ച് നിൽക്കുന്നു. അപ്പോൾ എക്സാം ടൈം ബൗണ്ടായിട്ട് മാറ്റണം എന്നുള്ളതും അത് എന്നത്തേക്കായിരിക്കും. ഇപ്പം സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ വന്നതിൻ്റെ ശേഷം 2-3 ദിവസത്തിനകം വീണ്ടും എക്സാം വരുമെന്നൊക്കെയുള്ള ആശങ്കയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അത് കൃത്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പം പാനിക്കാവാതെ തന്നെ സൂക്ഷിച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാര്യങ്ങളും വിവരങ്ങളും കൈമാറ്റം ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായ നമ്മുടെ അതിർത്തി കാക്കുന്ന, നാടിനെ കാക്കുന്ന പട്ടാളക്കാർ തീവ്രവാദത്തിനെതിരായും തീവ്രവാദികൾക്കെതിരായിട്ടും നടത്തുന്ന ഈ പോരാട്ടത്തിന് നമ്മുടെ ജനതയുടെ മാനസികമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഐക്യദാർഢ്യമുണ്ട്. പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ ഐക്യദാർഢ്യം അവർക്കുണ്ട്. സമാധാനം ഈ നീതി നടപ്പിലാക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.